ഈ വീഡിയോയിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് അസ്യൂർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ 5th സെമ്മിലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ മൊഡ്യൂൾ 5 വരുന്ന ഒരു ചെറിയൊരു പാർട്ടാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് അസ്യൂർ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റ സെൻറ്റേഴ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഡെവലപ്പേഴ്സിന് കുറച്ച് സർവീസസ് കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് മൈക്രോസോഫ്റ്റ് അസ്യൂർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ കമ്പ്യൂട്ട്, സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ്, ആക്സസ് കൺട്രോൾ, ബിസിനസ് ഇൻ്റലിജൻസ്, അങ്ങനെ കുറച്ച് സർവീസസാണ് മൈക്രോസോഫ്റ്റ് അസ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് അസ്യൂർ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റിൻ്റെ ഏതെങ്കിലും ടെക്നോളജി വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളെങ്കിൽ, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് സെർവറോ അല്ലെങ്കിൽ SQL സെർവർ, അതും അല്ലെങ്കിൽ ASP.NET തുടങ്ങിയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൈക്രോസോഫ്റ്റ് അസ്യൂർ നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ സ്കേലബിലിറ്റി ഫീച്ചേഴ്സ് ഔട്ട് ഓഫ് ദ ബോക്സ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് മൈക്രോസോഫ്റ്റ് അസ്യൂറിൻ്റെ ആർക്കിടെക്ചർ. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കോറായിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം വരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷണൽ ലെയറും അതുപോലെ ഒരു സെറ്റ് ഓഫ് ഡെവലപ്പർ സർവീസസ് എല്ലാം കൂടെ ടുഗദറായിട്ടാണ് ഒരു അസ്യൂർ പ്ലാറ്റ്ഫോം നമ്മൾ ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ടാണ് അസ്യൂർ ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് അസ്യൂറിൻ്റെ ഫൗണ്ടേഷണൽ ലെവൽ. അതിന് ടോപ്പിലായിട്ടാണ് കുറച്ച് സർവീസസ്, ഡെവലപ്പർ സർവീസസ് എന്ന് പറയും, അത് വരുന്നത്. അതായത് നമ്മളുടെ കമ്പ്യൂട്ട്, സ്റ്റോറേജ്, നെറ്റ്വർക്ക്, ഐഡൻറ്റിറ്റി, അങ്ങനെയുള്ള സർവീസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് മൈക്രോസോഫ്റ്റ് അസ്യൂർ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം മെയിനായിട്ടും ഫോം ചെയ്യുന്നത്. പിന്നെ വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഫാബ്രിക് എന്ന് പറയുന്നൊരു കമ്പോണൻ്റാണ്. ഇത് ബേസിക്കലി ഒരു മിഡിൽ വെയർ ആണ്. അപ്പോൾ നിങ്ങൾ മിഡിൽ വെയർ എന്താണെന്ന് ചോദിക്കും. മിഡിൽ വെയർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ബാക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതിനെ പറയുന്നതാണ് മിഡിൽ വെയർ. അപ്പോൾ ഇവിടെ ആപ്പ് ഫാബ്രിക് ചെയ്യുന്ന പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സർവീസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കമ്പ്യൂട്ട്, സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ്. അപ്പോൾ അതെല്ലാം കൂടെ ടുഗദറായിട്ട് നിർത്തുന്ന ഒരു മിഡിൽ വെയർ ആണ് ആപ്പ് ഫാബ്രിക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സർവീസസ് എന്തെങ്കിലുമൊക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ ആപ്പ് ഫാബ്രിക് ത്രൂ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അസ്യൂർ മാനേജ്മെൻറ്റ് പോർട്ടലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കേലബിൾ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ് ആക്സസ് ചെയ്യാനും പിന്നെ അതുപോലെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു പോർട്ടൽ ത്രൂ ആണ് നമ്മളത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഫോണിൻ്റെ അകത്ത് സെറ്റിങ്സിൽ ആപ്പിൻ്റെ സെറ്റിങ്സ് മാനേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ നെറ്റ്വർക്കിൻ്റെ സെറ്റിങ്സ് മാനേജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കസ്റ്റമൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അസ്യൂറിൻ്റെ അകത്ത് എന്തെങ്കിലും കസ്റ്റമൈസേഷൻസ് സെറ്റിങ്സ് ലെവലിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ലെവലിൽ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു അസ്യൂർ മാനേജ്മെൻറ്റ് പോർട്ടലിൻ്റെ അകത്തായിരിക്കും അത് പെർഫോം ചെയ്യുക. പിന്നെ വരുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സിന് അവരുടെ ലോക്കൽ സിസ്റ്റത്തിനകത്ത് അസ്യൂർ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതായത് ഒരു റിക്രിയേഷൻ പോലെയൊക്കെ. ഇതിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ 4th സെമ്മിൽ PHP ചെയ്യാനായിട്ട് സാമ്പ് അല്ലെങ്കിൽ വാമ്പൊക്കെ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണ നേരത്ത് നമ്മളുടെ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വെബ് സെർവറിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് റിക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ലോക്കലി നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ അസ്യൂർ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ചെയ്യണ നേരത്ത് നമുക്ക് അസ്യൂറിൻ്റെ എൻവയോൺമെൻറ്റ് നമ്മളുടെ സ്വന്തം മെഷീൻ്റെ അകത്ത് റിക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അടുത്തതായിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് അസ്യൂർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് കമ്പ്യൂട്ട് സർവീസാണ്. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല ടൈപ്പ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെയും റൺ ടൈം എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ റൺ ടൈം എൻവയോൺമെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ സർവീസ് എന്ന് പറയുന്ന സർവീസാണ്. ഈ കമ്പ്യൂട്ടർ സർവീസ് റോൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ റോള് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഓരോ റൺ ടൈം എൻവയോൺമെൻറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. 3 ടൈപ്പ് റോൾസാണ് ഉള്ളത്. ആദ്യം വരുന്നത് വെബ് റോൾ എന്ന് പറയുന്ന റോളാണ്. അപ്പോൾ വെബ് റോള് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.
അതായത് ഇപ്പം നിങ്ങൾക്കൊരു വെബ് ആപ്ലിക്കേഷൻ, അതായത് സ്കേലബിൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സർവീസിനകത്ത് പോയിട്ട് വെബ് റോള് ഒപ്റ്റ് ചെയ്യുമ്പോൾ അതിന് പറ്റിയിട്ടുള്ള റൺ ടൈം എൻവയോൺമെൻ്റ് ആയിരിക്കും കമ്പ്യൂട്ടർ സർവീസ് നമുക്ക് കോൺഫിഗർ ചെയ്ത് തരാം. അതായത് ഇപ്പോൾ നിങ്ങൾ ASP.NET വെച്ചിട്ടോ അല്ലെങ്കിൽ PHP വെച്ചിട്ടൊക്കെയാണ് ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ നിങ്ങൾ വെബ് റോളാണ് ഒപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഒരുപാട് ട്രാഫിക് വരുന്നതനുസരിച്ച് അത് സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്കെയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ MG യൂണിവേഴ്സിറ്റിയിൽ റിസൾട്ട് വരുന്ന സമയത്ത് എടുക്കണ നേരത്ത് ഒട്ടുമിക്ക കേസുകളിൽ നിങ്ങൾക്ക് റിസൾട്ട് അപ്പം തന്നെ കിട്ടണമെന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ട്രാഫിക് വരുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അസ്യൂറിൻ്റെ അകത്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ലോഡ് ബാലൻസിങ് വെച്ചിട്ട് ഈ വെബ് ആപ്ലിക്കേഷൻസ് സ്കെയിൽ ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് ട്രാഫിക് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. അടുത്തതായിട്ട് വരുന്ന റോൾ എന്ന് പറഞ്ഞാൽ വർക്കർ എന്ന് പറയുന്ന ഒരു റോളാണ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ ഇമെയിലുകൾ വരാറുണ്ട്. ചിലവർക്ക് ഡെയിലി വരും, ചിലവർക്ക് വീക്കിലി ഒക്കെ ആയിട്ടായിരിക്കും വരാറ്. അതിനകത്ത് അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ റേറ്റ് കുറയുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് റെക്കമെൻഡേഷനോ കാര്യങ്ങളൊക്കെയാണ് മെയിലിൽ വരാറുള്ളത്. ഇതൊക്കെ ആക്ച്വലി ഒരു സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഇമെയിലാണ്. അതായത് നമ്മൾ മനുഷ്യരല്ല അത് അയക്കുന്നത്, ഒരു സിസ്റ്റമാണ് നമുക്ക് ആ ഇമെയിൽ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെർവ് ചെയ്യുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് ത്രൂ ആണ് നമുക്ക് ആ മെയിൽ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും നിങ്ങളുടെ പ്രൊജക്റ്റിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കർ റോള് സെലക്ട് ചെയ്യണം. അപ്പോൾ വർക്കർ റോള് സെലക്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സർവീസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൺ ടൈം എൻവയോൺമെൻറ്റ് കോൺഫിഗർ ചെയ്ത് തരും. ഇതിൽ കൂടുതലും നമ്മൾ HTTP ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരാത്ത ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വർക്കർ റോള് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ വർക്കർ റോളിൽ നിൽക്കുന്ന ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ അത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണ വരയ്ക്കും അത് കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. അവസാനമായിട്ട് വരുന്ന റോൾ എന്ന് പറഞ്ഞാൽ വെർച്വൽ മെഷീൻ റോള് അഥവാ VM റോൾ എന്ന് പറയുന്ന റോളാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ അസ്യൂറിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെർച്വൽ മെഷീൻസ് വെച്ചിട്ട് സെർവർ എൻവയോൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ബൈ ഡിഫാൾട്ട് അസ്യൂറിൻ്റെ ആ ഒരു ഡാറ്റ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും കിട്ടുക. പക്ഷെ നിങ്ങൾക്ക് അതിനകത്തൊരു കസ്റ്റമായിട്ടൊരു സെർവർ സിസ്റ്റം സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വെർച്വൽ മെഷീൻ റോൾ എന്ന് പറയുന്ന ആ ഒരു റോൾ വെച്ചിട്ട് കമ്പ്യൂട്ടർ സർവീസിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള റൺ ടൈം എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് തരും. രണ്ടാമത് വരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് സർവീസാണ്. ഇതിലെന്ന് പറഞ്ഞാൽ അസ്യൂർ നമ്മളുടെ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുവാണ്. നിങ്ങൾ ഓരോ സിനിമ റിലീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പുതിയ സിനിമ ആഡ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി അതനുസരിച്ചിട്ട് താഴ്ന്ന് വരുവാണ്. അതായത് കപ്പാസിറ്റി ഒരുപാട് കൺസ്യൂം ചെയ്യും. ട്രഡീഷണലായിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ഒരു കപ്പാസിറ്റി ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 1 TB ഹാർഡ് ഡിസ്കിൽ നമ്മൾ സിനിമ കയറ്റുവാണെങ്കിൽ മാക്സിമം 1 TB വരെയുള്ള ആ ഒരു കപ്പാസിറ്റിക്കുള്ളിൽ മാത്രമേ നമുക്ക് സിനിമാസ് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അസ്യൂർ പോലുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളുടെ വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൂവി ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് ഓൺ ദ ഗോ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഡൈനാമിക്കായിട്ട് മൂവീസ് സ്റ്റോർ ചെയ്യാൻ ആവശ്യമുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അസ്യൂർ വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് സ്റ്റോറേജ് സർവീസ് വെച്ചിട്ട് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് സ്റ്റോറേജ് ടൈപ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് ബ്ലോബ് സ്റ്റോറേജ് ആണ്. ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ്. അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമേജസ്, വീഡിയോസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയാം. ബ്ലോബ് സ്റ്റോറേജിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലോബ് 2 ടൈപ്പ് ബ്ലോബ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഈ
സ്ലൈഡിൽ വെച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അതൊന്ന് നോക്കി വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് അസ്യൂർ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് ടൈപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പേജ് ബ്ലോബ് എന്ന് പറയുന്നൊരു ബ്ലോബ് ടൈപ്പ് ഉണ്ട്. അതിനെ നമുക്ക് വെർച്വൽ ഹാർഡ് ഡ്രൈവ് ആയിട്ട് മൗണ്ട് ചെയ്യാൻ അലോ ചെയ്യും. അതായത് നമുക്കൊരു ഹാർഡ് ഡിസ്ക് പോലെ മിമിക് ചെയ്യാനൊക്കെ ആയിട്ട് പോസിബിളാക്കി തരുന്ന ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട്. പിന്നെ വരുന്നത് ടേബിൾ സ്റ്റോറേജ് ആണ്. ടേബിൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഒരു സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ് വിത്ത് ഫ്ലെക്സിബിൾ സ്കീമ. അതായത് നമ്മളുടെ MySQL ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്കീമയിൽ ഫുള്ളി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിക്കായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളൊരു യൂസറിൻ്റെ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോണ്, ഇമെയിൽ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ യൂസേഴ്സിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തായാലും ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ മാൻഡേറ്ററി ആയിട്ട് വെക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ അകത്ത് റിലേഷണൽ കൺസ്ട്രെയിൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് പ്രൈമറി കീ, യൂണീക്ക് കീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അസ്യൂറിൻ്റെ ടേബിൾ സ്റ്റോറേജിൻ്റെ അകത്ത് ഇതൊന്നും ഉണ്ടാവത്തില്ല. അതായത് റിലേഷണൽ കൺസ്ട്രെയിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു എക്സലിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യില്ലേ, ആ ഒരു രീതിക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേബിൾ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. അവസാനമായിട്ട് വരുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ക്യൂ സ്റ്റോറേജ് ആണ്. ക്യൂ സ്റ്റോറേജിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ആപ്ലിക്കേഷൻസ് തമ്മിൽ മെസ്സേജ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യൂ എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിഹേവിയർ ഈ ഒരു സ്റ്റോറേജിനുണ്ട്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ബേസിസിലായിരിക്കും വർക്കിംഗ് ഉണ്ടാവുക. അതായത് ആദ്യം വരുന്ന മെസ്സേജസ് ആയിരിക്കും ആദ്യം ഡെലിവർ ആവുക. പിന്നെ അതുപോലെ ക്യൂവിൽ നമ്മൾ ചെയ്ത പോലെ പീക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന ആ ഒരു എലമെൻ്റ് ഏതാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്തൊക്കെ കാണിക്കുമായിരുന്നില്ലേ തേർഡ് സെമ്മിൽ, ആ ഒരു ഫങ്ഷനാലിറ്റി തന്നെ ഇതിനകത്തും ഈ ക്യൂ സ്റ്റോറേജിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്ന മെസ്സേജ് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് വേണമെങ്കിൽ പീക്ക് ചെയ്തൊക്കെ നോക്കാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ സർവീസാണ്. ഇൻഫ്രാസ്ട്രക്ചർ സർവീസിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഫാബ്രിക് എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. അപ്പോൾ ആപ്പ് ഫാബ്രിക് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ മുന്നത്തെ സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ വെയർ ആണ്. ഈ മിഡിൽ വെയർ വെച്ചിട്ടാണ് അസ്യൂറിൻ്റെ അകത്തുള്ള ഡെവലപ്മെൻറ്റ് സർവീസസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇനി ആപ്പ് ഫാബ്രിക്കിനകത്ത് കുറച്ച് ഫങ്ഷനാലിറ്റീസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് ആക്സസ് കൺട്രോളാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടല്ലോ. ഈവൻ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് വെച്ചിട്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അസ്യൂറിനകത്ത് നമുക്ക് ആക്സസ് കൺട്രോൾ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതായത് ഒതൻറ്റിക്കേഷനും ഓതറൈസേഷനും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊവൈഡേഴ്സ് വെച്ചിട്ട്, അതായത് ഗൂഗിൾ, ഫേസ്ബുക്ക് വെച്ചിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ യൂസേഴ്സിന് ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് സർവീസ് ബസ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാലിറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫർ ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അസിൻക്രണസ് മെസ്സേജിങ് ചെയ്യാൻ പറ്റും. അതുപോലെ പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡലിൽ ബേസ് ചെയ്തിട്ടുള്ള മെസ്സേജിങ് ട്രാൻസ്മിഷൻസ് അലോ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഒരുപാട് പേര് കാണുവാണല്ലോ. അപ്പം അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽസ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സർവീസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് അസ്യൂർ ക്യാഷ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻ മെമ്മറി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ക്യാഷിംഗ് സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡാറ്റയൊക്കെ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു 4th സെമ്മിൽ PHPയിലെങ്ങാണ്ടുമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അതും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ക്യാഷ് മെമ്മറി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഫങ്ഷനാലിറ്റി തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഒരുപാട് റിക്വസ്റ്റ് വരുന്ന നേരത്ത് ഏത് നേരം സെർവർ പോയിട്ട് ആ ഡാറ്റ പ്രിപ്പയർ ചെയ്യണതിന് പകരം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷ്
യൂസറിന് റിട്രീവ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് വരുന്നത് നെറ്റ്വർക്കിംഗ് സർവീസാണ്. നെറ്റ്വർക്കിംഗ് സർവീസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലൗഡിലെയും അതുപോലെ ഓൺ പ്രിമൈസിലെയും എൻവയോൺമെൻറ്റ്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അസ്യൂർ വെർച്വൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അസ്യൂർ ക്ലൗഡിനകത്ത് പ്രൈവറ്റ് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അസ്യൂർ കണക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മളുടെ ഓൺ പ്രിമൈസും അതുപോലെ അസ്യൂർ ഹോസ്റ്റഡ് ആയിട്ടുള്ള മെഷീൻസും തമ്മിലുള്ള സെക്യൂർ ആയിട്ടുള്ള IP കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ട്രാഫിക് മാനേജർ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ്. ഇങ്ങേരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ DNS ബേസ് ചെയ്തിട്ട് ഇൻകമ്മിങ് ട്രാഫിക് ഉണ്ടല്ലോ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ലോഡ് ബാലൻസിങ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ട്രാഫിക് മാനേജറാണ്. അടുത്തതായിട്ട് ഓഫർ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് ഡെലിവറി സർവീസാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഒരു കമ്പോണൻറ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, അതായത് അസ്യൂർ കണ്ടൻറ്റ് ഡെലിവറി നെറ്റ്വർക്ക് അഥവാ CDN. അപ്പോൾ CDNൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്ട്രീമിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഗ്ലോബൽ നെറ്റ്വർക്ക് ത്രൂ എഡ്ജ് ലൊക്കേഷനിലേക്ക് ഡെലിവർ ചെയ്യണം. അതാണ് CDNൻ്റെ മെയിൻ പർപ്പസ്. CDN നമുക്ക് ജാവാസ്ക്രിപ്റ്റ്, CSS, ഇമേജ്, വീഡിയോ ഫയൽസൊക്കെ ക്യാഷ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ലോഡിങ് ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ ലാറ്റൻസി കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ അവർ ഫുള്ള് CDN വെച്ചിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൽ നിങ്ങളിപ്പോൾ ഒരു ന്യൂസ് ചാനൽ എടുക്കുവാണെങ്കിൽ അത് വേഗം വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതേസമയം നിങ്ങൾ വല്ല റഷ്യൻ വീഡിയോസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലുള്ള യൂട്യൂബിൽ തന്നെയുള്ള ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ അത് ബഫർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ കൂടുതൽ ആൾക്കാരും അങ്ങനെയുള്ള അബ്രോഡ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണത്തില്ലല്ലോ, അപ്പോൾ അതൊന്നും CDNൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു ബഫറിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അവസാനമായിട്ട് വരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് സർവീസാണ്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അസ്യൂറിൻ്റെ SQL എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷണൽ ഡാറ്റാബേസ് സർവീസാണ്. നമ്മളുടെ സാധാ SQL സെർവറിൻ്റെ അതേ ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് ഈ SQL അസ്യൂർ അല്ലെങ്കിൽ അസ്യൂർ SQL എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റാബേസ് സർവീസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഡാറ്റാബേസിൻ്റെ ഫങ്ഷനാലിറ്റീസായ സ്കേലബിലിറ്റി, അവൈലബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് TDS പ്രോട്ടോക്കോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ REST API സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു SQL സെർവർ റിമോട്ട് ആക്സസ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യേ അല്ലെങ്കിൽ ക്വറി ചെയ്യേ അങ്ങനെ എന്ത് ഓപ്പറേഷൻസ് വേണമെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൈക്രോസോഫ്റ്റ് അസ്യൂറിനകത്ത് വരുന്നത്. ഞാൻ നോട്ട് അത്യാവശ്യം ചെറുതാക്കി തന്നെയാണ് എഴുതി ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നോട്ട് മാത്രം പഠിക്കരുത്, ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് വായിച്ച് നോക്കണം. കാരണം 15 മാർക്കാണ് ഇതൊക്കെ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഇത്രയൊന്നും എഴുതിയാൽ പോരാ, ഇതിനപ്പുറത്തേക്കും എഴുതാനുണ്ട്.